കഴിഞ്ഞ ആഴ്ച ഫ്ലിപ്കാർട്ടിന് ഒരു സെയിൽ ഉണ്ടായി. എൻ്റെ പൊന്നോ, ആൾക്കാർ എന്തോരം സാധനങ്ങളെന്നറിയോ വാങ്ങിക്കൂട്ടിയേക്കണേ. ഓരോ സെയിൽ കഴിയുമ്പോഴും ഫ്ലിപ്കാർട്ട് അവർ ഈ ഒരു കണക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കാണിക്കുന്നതാണ്. അപ്പോൾ അതിനകത്ത് കണ്ടപ്പോൾ കുറേ സാധനങ്ങൾ ആൾക്കാർ വലിച്ചു വാരി വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഒരാഴ്ച മുന്നേ ആണ് അപ്ലൈ ചെയ്തിരുന്നതെങ്കിൽ സുഖമായിട്ട് ലാഭം നിങ്ങൾക്ക് കൊയ്യാൻ പറ്റിയേനെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും, ബ്രോ എന്തായാലും സെയിൽ കഴിഞ്ഞല്ലോ, ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന്. പക്ഷേ ഈ ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ നിങ്ങൾ ഇനി സെയിലിന് വേണ്ടി വെയിറ്റേജ് ചെയ്യേണ്ട. ഓരോ പ്രാവശ്യവും നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോഴും 5% അപ്പോൾ തന്നെ നിങ്ങൾക്ക് തിരിച്ച് കിട്ടുന്നതായിരിക്കും. ഏതൊരു സാധനം നിങ്ങൾ പർച്ചേസ് ചെയ്താലും ലൈഫ് ടൈമിലേക്ക് ഫ്ലിപ്കാർട്ട് ആയിക്കോട്ടെ, മിന്ത്ര ആയിക്കോട്ടെ, 5% ആയിരിക്കും നിങ്ങൾക്ക് കുറച്ച് കിട്ടാനായിട്ട് പോകുന്നത്. സോ ഈ 5% ക്യാഷ് ബാക്ക് കിട്ടാനുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ആക്സിസ് ഫ്ലിപ്കാർട്ട് കാർഡാണ്. അതായത് ക്രെഡിറ്റ് കാർഡുകളിൽ തന്നെ ഏറ്റവും റിവാർഡിംഗ് ആയിട്ടൊരു ക്രെഡിറ്റ് കാർഡ് എന്ന് പറയപ്പെടുന്ന ഒരു കാർഡാണിത്. ഇതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മാർച്ച് മാസം ഇട്ടായിരുന്നു, സെയിലിന് മുന്നേ. ആ ഒരു സമയത്ത് ടോട്ടലി ഫ്രീ ആയിരുന്നു. കുറേ ആൾക്കാർ അത് അപ്ലൈ ചെയ്തിരുന്നു. കുറേ ആൾക്കാർ അപ്ലൈ ചെയ്യാതെ വിട്ടവർക്കൊക്കെയാണ് ഈ ഒരു ലാഭം കൊയ്യാനായിട്ട് പറ്റാത്തത്. എന്തായാലും ഇപ്രാവശ്യം ഈ കാർഡ് എങ്ങനെ അപ്ലൈ ചെയ്യണം എന്ന് മാത്രമല്ല, ഈ കാർഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 250 രൂപ ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ലഭിക്കും എന്നുള്ളതും വിശദമായിട്ട് നോക്കാം. സോ ഈ കാർഡ് എടുക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം എന്തൊക്കെ ബെനിഫിറ്റുകളാണ് ഈ ഒരു 5% ക്യാഷ് ബാക്ക് കൂടാതെ കിട്ടുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. ഏറ്റവും ആദ്യം നിങ്ങൾ ഈ കാർഡിന് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഈ ഗിഫ്റ്റ് കാർഡ് വൗച്ചർ 500 റുപ്പീസ് വർത്തുള്ള ഒരു വൗച്ചർ കിട്ടുന്നതാണ്. പിന്നെ 5% ക്യാഷ് ബാക്ക് ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലും പർച്ചേസ് ചെയ്യുന്നത് കൂടാതെ നിങ്ങൾക്ക് 4% ക്യാഷ് ബാക്ക് സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്യുമ്പോൾ, ഊബർ ഉപയോഗിക്കുമ്പോൾ, ടാറ്റ 1mg, ക്ലിയർ ട്രിപ്പ് എന്നിങ്ങനെ കുറേ അധികം വെബ്സൈറ്റുകളിൽ കിട്ടുന്നതാണ്. ഇനി നിങ്ങൾ പുറത്ത് ഹോട്ടലിലൊക്കെ പോയിട്ട് ഫുഡ് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഫുഡ് കഴിക്കാനായിട്ട് പോകുമ്പോൾ 20% ഓഫ് നിങ്ങളുടെ ബില്ലിൽ കിട്ടുന്നതാണ്. ഏകദേശം 4000-ഓളം പാർട്ട്ണർ റെസ്റ്റോറൻറ്റുകളിൽ നിങ്ങൾക്ക്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങൾക്കല്ലാണ്ട് വേറെ എന്തിനെങ്കിലും നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ 1.5% ക്യാഷ് ബാക്കും ലഭിക്കും. ഇനി നോർമലി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് വെച്ച് പെട്രോൾ പമ്പിൽ ഫ്യൂവൽ അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 1% ഫ്യൂവൽ സർചാർജ് വരുന്നതായിരിക്കും. ഈ കാർഡിലാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു 1% ഫ്യൂവൽ സർചാർജ് വേവ് ചെയ്യപ്പെടുന്നതാണ്. ഇനി അതുമാത്രമല്ല, ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്ക് ഒരു വർഷത്തിൽ 4 ഡൊമസ്റ്റിക് ലൗഞ്ച് ആക്സസും ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇത് കേട്ടിട്ട് നിങ്ങൾ എക്സൈറ്റഡ് ആയി എന്ന് മനസ്സിലായി. ഈ പറഞ്ഞ ഗുണങ്ങളല്ലാണ്ട് നിങ്ങൾക്ക് എക്സ്ട്രാ 250 രൂപ എങ്ങനെ ബാങ്ക് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ആക്കണം എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നത് മനസ്സിലായി. അത് പറയുന്നതിന് മുന്നേ ഇത് ക്രെഡിറ്റ് കാർഡാണ്. ഇതിൽ ബാക്കിയുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്തൊക്കെയാണ് എന്നും കൂടി പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ക്രെഡിറ്റ് കാർഡ് എടുക്കാനായിട്ട് ജോയിനിങ് ഫീസ് ആയിട്ട് 500 രൂപ കൊടുക്കേണ്ടി വരും. പക്ഷേ പേടിക്കേണ്ട, ഈ 500 രൂപ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ട് ഈ ഗിഫ്റ്റ് വൗച്ചറായിട്ട് ഉടനെ തന്നെ കിട്ടും. ഇനി എല്ലാ വർഷവും ആനുവൽ ഫീസ് ആയിട്ട് 500 രൂപ ഈടാക്കും. എപ്പോഴാണ് നിങ്ങൾ കാർഡ് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ. സോ എല്ലാ വർഷവും ഏകദേശം 2 ലക്ഷത്തിൻ്റെങ്കിലും ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഈ 500 രൂപ നിങ്ങൾക്ക് ഈടാക്കുന്നതല്ല. ഇനി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് ശരിക്കും ബാങ്കാണ് നിങ്ങൾക്ക് അഡ്വാൻസ് ആയിട്ട് പണം തരുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു കടം എടുക്കുന്നത് പോലെയാണ്. ആ കടം എടുക്കുകയാണെങ്കിൽ എല്ലാ മാസവും അത് തിരിച്ച് അങ്ങനെ തന്നെ അടയ്ക്കണം. അഥവാ നിങ്ങൾ മാസാമാസം ഇത് അടച്ചില്ല എങ്കിൽ ഇൻട്രസ്റ്റ് അഥവാ പലിശ വരുന്നതാണ്. പക്ഷേ ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ മാസവും നിങ്ങൾ ഉപയോഗിക്കുന്നത് നെക്സ്റ്റ് മന്ത് ബില്ല് വരുമ്പോൾ പ്രോപ്പറായിട്ട് അടച്ചു പോവുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാം. സോ നോർമലി ക്രെഡിറ്റ് കാർഡുകളുടെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൺലൈനിൽ ട്രാൻസാക്ട് ചെയ്യണം. അല്ലെങ്കിൽ ഷോപ്പുകളിൽ പോകുമ്പോൾ ആ ഒരു മെഷീനല്ലേ, ടാപ്പ് ആൻഡ് പേ, ആ ഒരു ടാപ്പ് ചെയ്യുന്ന മെഷീൻ, അല്ലെങ്കിൽ ഒരു ചിപ്പ് ഇൻസേർട്ട് ചെയ്തിട്ട് നിങ്ങൾ നമ്പറൊക്കെ ടൈപ്പ് ചെയ്യുന്ന ആ ഒരു മെഷീനിൽ POS മെഷീൻ എന്ന് പറയും, അതിലൊക്കെ ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് ക്യാഷിന് അത്യാവശ്യം വരുവാണെങ്കിൽ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ക്യാഷ് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ അതിന് 2.5% ഒരു ചാർജസ് വരുന്നതാണ്. മിനിമം 500 രൂപയാണ് നിങ്ങൾക്ക് എടുക്കാം. മിനിമം 500 രൂപ തൊട്ടാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വേറൊരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡ് നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. എവിടെയെങ്കിലും ക്രെഡിറ്റ് കാർഡ് കൊണ്ട് കളയുവാണെങ്കിൽ 100 രൂപ കൊടുക്കേണ്ടി വരും റീപ്ലേസ്മെൻറ്റ് കാർഡിന്. പക്ഷേ എനിക്ക് ഈ കാർഡിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താ അറിയോ, നോർമലി ക്രെഡിറ്റ് കാർഡുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് പോയിന്റുകളായിരിക്കും കിട്ടുന്നത്. ഈ പോയിന്റുകൾ നമ്മൾ റെഡീമൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു റിവാർഡിൻ്റെ പരിപാടികളൊക്കെ നടക്കുന്നത്. പക്ഷേ ഈ കാർഡിനകത്ത് അങ്ങനെയല്ല കേട്ടോ വരുന്നത്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ക്യാഷ് ബാക്ക് കിട്ടുമല്ലോ, ആ ക്യാഷ് ബാക്കുകളൊക്കെ ഡയറക്റ്റ് ആയിട്ട് അടുത്ത മാസത്തെ ബില്ല് പേ ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര റിവാർഡ് പോയിന്റ് കിട്ടി എന്ന് നോക്കിയിരിക്കേണ്ട, അത് നിങ്ങൾ കൺവേർട്ട് ചെയ്യേണ്ട, റെഡീം ചെയ്യേണ്ട, അത് റെഡീം ചെയ്യാൻ വേറെ എക്സ്ട്രാ ചാർജുകളൊന്നും കൊടുക്കണ്ട. സോ നിങ്ങൾക്ക് ചിന്തയില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാർഡ്. ഓക്കെ, ഇത്ര നേരം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി 250 രൂപ എങ്ങനെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ കാർഡിന് അപ്ലൈ ചെയ്യുന്ന വഴി കിട്ടും എന്നുള്ളത് പറഞ്ഞുതരാം. സോ നമ്മുടെ ചാനലിലെ വ്യൂവേഴ്സിന് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആപ്ലിക്കേഷനാണ് ക്യാഷ് കരോ. നിങ്ങൾക്ക് ക്യാഷ് കരോ ആപ്ലിക്കേഷൻ പരിചയമില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ പുതിയൊരു സബ്സ്ക്രൈബർ ആയിരിക്കും. എന്തായാലും നിങ്ങൾ ഇതുവരെയും ക്യാഷ് കരോയിൽ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ ഞാൻ ഒരു ലിങ്ക്
ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിലൂടെ സൈനപ്പ് ചെയ്യുക ക്യാഷ് കരോയിലേക്ക്. എന്നാൽ മാത്രമേ ഈ ഒരു 250 റുപ്പീസ് നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആക്കാനായിട്ട് പറ്റുള്ളൂ. സോ ക്യാഷ് കരോ ആപ്ലിക്കേഷൻ നിങ്ങൾ സൈനപ്പ് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഇപ്പം നിങ്ങൾ വിചാരിക്കും ക്യാഷ് കരോ എന്ന് പറയുന്നത് ഓൺലൈനിലൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്കും കൂപ്പണൊക്കെ കിട്ടുന്ന ഒരു ആപ്ലിക്കേഷൻ അല്ലേ, അതും ക്രെഡിറ്റ് കാർഡുമായിട്ട് എന്താ ബന്ധമെന്ന്. സോ താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ബാങ്കറുടെ വെബ്സൈറ്റിൽ പോകുന്നതായിരിക്കും. ആ സമയത്ത് ക്യാഷ് കരോ വഴി ലോഗിൻ ചെയ്യാനായിട്ട് പറയും. സോ സൈനപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ട് OTP ഒന്ന് വെരിഫൈ ചെയ്യുക. സോ OTP വെരിഫൈ ചെയ്ത് കഴിയുമ്പോൾ അവിടെ ആക്സിസ് ബാങ്ക്, ഫ്ലിപ്കാർട്ട്, ക്രെഡിറ്റ് കാർഡ് എന്ന് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുക. അവർ കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കും. ഇതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്ത് നെക്സ്റ്റ് അടിച്ച് പോവുക. അങ്ങനെ ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് പൂരിപ്പിച്ച് കഴിഞ്ഞാൽ അത് അപ്രൂവലിന് പോകും. അങ്ങനെ അപ്രൂവൽ ഏകദേശം ഒരു 10 മിനിറ്റിനകത്താവും. നിങ്ങളുടെ കാർഡ് അപ്രൂവ് ആകുവാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 30 മിനിറ്റ്സ് നിങ്ങൾക്ക് ഈ ഒരു 250 റുപ്പീസ് ഡയറക്റ്റ് ആയിട്ട് ക്യാഷ് കരോയിൽ കിട്ടുന്നതാണ്. നിങ്ങൾക്കത് അവിടെ നിന്ന് ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും. സോ ഇതുവരെ നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടില്ല എങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ മിസ് ചെയ്യരുത്. കാരണം ഇത്രത്തോളം റിവാർഡിംഗ് ആയിട്ടുള്ളൊരു ക്രെഡിറ്റ് കാർഡാണ്. എന്തായാലും താഴെയുള്ള ലിങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.